നമസ്കാരം. നവരാത്രി 5-ാം ദിനം നമ്മൾ മാ ഭഗവതിയെ പൂജിക്കുന്നത് സ്കന്ദമാത രൂപത്തിലാണ്, ഭാവത്തിലാണ്. സ്കന്ദമാതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളങ്ങ് കശ്യപ പ്രജാപതിയിൽ നിന്ന് തന്നെ തുടങ്ങണം. കശ്യപ പ്രജാപതിക്കും ദിതിക്കുമുണ്ടായ പുത്രനാണ് വജ്രാംഗൻ എന്ന ഗംഭീരനായ അസുരൻ. ആൾ ഇന്ദ്രനെയൊക്കെ പിടിച്ചു കെട്ടി ഇന്ദ്രലോകമൊക്കെ കീഴടക്കി ഇങ്ങനെ വാണരുളുന്ന സമയത്ത് ബ്രഹ്മദേവൻ ചെന്ന് പറഞ്ഞു, പാവത്തിനെ അങ്ങ് വിടൂ, ഇന്ദ്രനെ ഒന്ന് മോചിപ്പിക്കൂ. ഏതായാലും എന്തുകൊണ്ടോ ഈ വജ്രാംഗൻ അതൊക്കെ കേട്ടു, അനുസരിച്ചു. ഇതിൽ സംവൃതനായ ബ്രഹ്മാവ് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു, ഈ വജ്രാംഗന് ഭാര്യയായി നൽകുന്നു. ആ ഭാര്യയുടെ പേര് വജ്രാംഗി. ഈ വജ്രാംഗനും വജ്രാംഗിക്കും കൂടെ ഉണ്ടായ പുത്രനാണ് അതിഗംഭീരനായ, എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന, എന്നാൽ സകലവിധ കുൽസിത പ്രവർത്തനങ്ങളും ചെയ്യുന്ന താരകാസുരൻ. ഈ താരകാസുരനെ വധിക്കുവാനായി ശിവന് ഒരു പുത്രനുണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു വരമാണ് ബ്രഹ്മദേവനിൽ നിന്ന് ഈ താരകാസുരൻ തപസ് ചെയ്ത് വാങ്ങിയത്. സതീദേവിയുടെ ദേഹവിയോഗത്താൽ ദുഃഖിതനായി ഭഗവാൻ ഇങ്ങനെ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശിവന് ഇനിയൊരു പുത്രനുണ്ടാകാനേ സാധ്യതയില്ല എന്ന ഉപായത്താലാണ് ഈ വിദ്വാൻ അങ്ങനെയൊരു വരം ബ്രഹ്മദേവനോട് മേടിച്ച് മരണമില്ലാതെ അനാദികാലം ജീവിക്കാം, ഈ ത്രിലോകങ്ങളുമൊക്കെ അടക്കി ഭരിച്ച് നടക്കാം എന്നാണ് ഈ വിദ്വാൻ വിചാരിച്ചത്. പക്ഷേ പാർവതി ഉണ്ടാകുന്നു, പാർവതീദേവി ജനിക്കുന്നു, പാർവതിക്കും പരമശിവനും മാംഗല്യം നടക്കുന്നു. അതിൻ്റെ പുറകിലൊക്കെ ധാരാളം കഥകളുണ്ട്, അറിയാമല്ലോ അതെല്ലാവർക്കും. അങ്ങനെ പാർവതി വധുവായി ചെല്ലുന്ന, സർവാഭരണ വിഭൂഷിതയായി, സർവാലങ്കാര വിഭൂഷിതയായി വധുവായി ചെല്ലുന്ന 4-ാം ദിനം നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ 5-ാം ദിനത്തിൽ സ്കന്ദമാതയാണ്. ഈ സ്കന്ദമാതയിലാണ് താരകാസുരനെ വധിക്കുവാനുള്ള സ്കന്ദൻ ജനിക്കുന്നത്. ഈ സ്കന്ദമാത, സ്കന്ദൻ്റെ മാതാവ് എന്നാണ് ആ സ്കന്ദമാത എന്ന വാക്കിൻ്റെ അർത്ഥം, നാമത്തിൻ്റെ അർത്ഥം. ശിവനും പാർവതിയും തമ്മിൽ യോഗശക്തിയിൽ ഒന്നിക്കുകയാണ്. ആ ഒന്നായി ചേരലിന് ഒടുവിൽ സുബ്രഹ്മണ്യൻ ജനിക്കുകയാണ്. സുബ്രഹ്മണ്യൻ ഒരു സിക്താണ്ഡ രൂപത്തിൽ ഊർജ്ജമായി ജനിക്കുമ്പോൾ ആ ഊർജ്ജത്തെ അഗ്നി ആവാഹിക്കുകയാണ്. എന്നാൽ അഗ്നിക്ക് ആ ഊർജ്ജത്തിൻ്റെ, ആ സിക്താണ്ഡത്തിൻ്റെ താപത്തെ സഹിക്കുവാൻ സാധിക്കുന്നില്ല. അത് അഗ്നി ഗംഗയിൽ ഒഴുക്കുന്നു. ഗംഗ അതിനെ സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ താപത്തെ, ആ മഹാദേവൻ്റെയും മഹാദേവിയുടെയും ആ ഊർജത്തിൻ്റെ ആ താപത്തെ സഹിക്കുവാൻ പറ്റാതെ ഗംഗ അത് ശരവണപ്പൊയ്കയിൽ നിക്ഷേപിക്കുകയാണ്. ശരവണപ്പൊയ്കയിൽ 6 താമരകൾക്ക് ഉള്ളിൽ 6 കുമാരന്മാരായി ആ ഊർജം മാറുകയാണ്. കാർത്തിക നക്ഷത്രത്തിലെ ദേവതമാർ ആ കുമാരന്മാരെ സംരക്ഷിക്കുകയാണ്. യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭഗവതി, മാ പാർവതി തൻ്റെ മകനെ കാണാതെ വിഷമിക്കുകയാണ്. ആ വിഷമം, ആ ദുഃഖത്തിൻ്റെ കരിനിഴൽ അഗ്നിയിലേക്ക് വീഴുകയാണ്. അന്നു മുതലാണ് അഗ്നിക്ക് പുകയും അഗ്നി സ്പർശിക്കുന്നതിനെല്ലാം കരിയും ഉണ്ടായത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഭഗവതി 6 കുമാരന്മാരെ ദർശിക്കുകയും ഭഗവതിയുടെ ദർശനമാത്രേന ഈ 6 കുമാരന്മാർ ഒന്നു ചേർന്ന് സുബ്രഹ്മണ്യനായി മാറുകയും ചെയ്യുകയാണ്, സ്കന്ദനായി മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ 6 മുഖമുള്ള സ്കന്ദനെ തൻ്റെ വലത്ത് കൈയിൽ മടിയിലിരുത്തിക്കൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് മാതൃഭാവേന വാത്സല്യ രൂപത്തിൽ അങ്ങനെ വിരാജിച്ചരുളുന്ന ഭഗവതിയാണ് സ്കന്ദമാതാവ്. ഇതാണ് സ്കന്ദമാതാവിൻ്റെ ഐതിഹ്യപരമായ ചരിത്രം. അപ്പോൾ ഭഗവതി ഇരിക്കുന്ന സിംഹാസനത്തിലാണ്. എന്തിനാണ് സ്കന്ദൻ ജനിച്ചത്? സ്കന്ദൻ ജനിച്ചത് താരകാസുരനെ ഇല്ലായ്മ ചെയ്യാനാണ്. അപ്പോൾ മകനെ വാത്സല്യഭാവേന അടുത്തിരുത്തി മകൻ്റെ കർമ്മത്തിനെ, എന്താണ് മകൻ്റെ കർമ്മം, ജനന ഉദ്ദേശം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാവമാണ് സ്കന്ദമാതാവിൻ്റെ. അപ്പോൾ ഒരു കയ്യിൽ, വലത്ത് കയ്യിൽ താമരയും സ്കന്ദനുമുണ്ട്, ഇടത്ത് കയ്യിൽ താമരയും വര മുദ്രയുമാണ്. സർവാഭരണ ഭൂഷിതയാണ്. ഒരു മാതാവിൻ്റെ
എല്ലാവിധമായ അലങ്കാരങ്ങളുമുണ്ട്, എല്ലാവിധമായ ഗംഭീരമായ ഭാവമുണ്ട്, അതോടൊപ്പം തന്നെ വാത്സല്യഭാവമുണ്ട്. എല്ലാ വരങ്ങളും അനുഗ്രഹവും നൽകുന്നവളുമാണ്. അത് കൃത്യമായി സ്കന്ദമാതയുടെ ധ്യാനത്തിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, സ്കന്ദമാതയെ പൂജിക്കുന്നവർക്ക് ഒരു മാതാവിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകും. സൽസന്താനങ്ങളുണ്ടാകും, ചൊവ്വാദോഷം മാറും, സൽകീർത്തി ഉണ്ടാകും, സൽപുത്രന്മാരുണ്ടാകും. പുത്രന്മാർക്കോ എല്ലാവിധമായ അനുഗ്രഹങ്ങളുണ്ടാകും. കാരണം സ്കന്ദമാതാവിനെ പൂജിക്കുന്നവർക്ക് സ്കന്ദനെ പൂജിക്കുന്ന ഫലം കൂടെ കിട്ടും, സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി കിട്ടും. ചുവന്ന പൂക്കളാണ് ഭഗവതിക്കിഷ്ടം, ചുവന്ന ഫലങ്ങളാണ് ഭഗവതിക്കിഷ്ടം. അങ്ങനെയുള്ള എല്ലാവിധമായ പൂജാകാര്യങ്ങൾ സ്വമനസാലെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, വലിയ ആചാരക്രമങ്ങളൊന്നും വേണമെന്നില്ല, ഭഗവതിയെ സ്കന്ദമാതാവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കൃത്യമായി ഭഗവതിയെ ആശ്രയിച്ചാൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഭക്തന്മാർക്കുണ്ടാകും. അതിന് ഏറ്റവും യോജിച്ച ദിവസമാണ് ഈ പറയുന്ന നവരാത്രിയുടെ 5-ാം ദിനം. 5-ാം ദിനത്തിൽ സ്കന്ദമാതയായി ഭഗവതി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നു. നമ്മളുടെ ഈ ചാനലിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിൽ സാധാരണ ചാനലിൽ പറയാത്തതുപോലെ വിശദമായി ആരും പറയാത്ത ഭാഗങ്ങളൂടെ ചേർത്തിട്ട് പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞു തരുവാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം പലരും മന്ത്രങ്ങൾ ഇത് കേട്ടിട്ട്, ചാനലിലൂടെയൊക്കെ കേട്ടിട്ട് അത് ഉപയോഗിച്ചാൽ അതിന് ദോഷങ്ങളുണ്ടാവും. അത് മന്ത്രങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ കൃത്യമായ ഒരു മാസ്റ്ററിൻ്റെ അനുവാദത്തോടും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുമാണ് അത് ഉപയോഗിക്കേണ്ടതും, അതായത് അത് ജപിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. കാരണം അത് ജപിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാകും, ഗുണങ്ങളുണ്ടാകും, പലതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും, അത് ദോഷങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒന്നും പറയുന്നില്ല. അത് അനുയോജ്യരായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് സ്വീകരിക്കുക. പക്ഷേ നമുക്ക് സ്കന്ദമാത എന്താണെന്ന് മനസ്സിലാക്കി ഭക്തിഭാവേന മാതയെ ആശ്രയിക്കുവാനുള്ള, അല്ലെങ്കിൽ അതുപോലെ ഈശ്വര സങ്കല്പങ്ങളെ ആശ്രയിക്കുവാനുള്ള, ഭക്തി രൂപേണ ചെയ്യുവാനുള്ള എല്ലാ അറിയാവുന്ന കാര്യങ്ങളും നമ്മളിതിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് ഗുണകരമാകട്ടെ. അനുയോജ്യനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകട്ടെ. നമസ്കാരം.